നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാളയം മാർക്കറ്റ് നിലവിലുള്ള സ്ഥലത്തു നിന്നും മാറ്റാനുള്ള നടപടികളിൽ നിന്നും അധികൃതർ പിന്മാറണമെന്ന് DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ. ഘടനാപരമായ മാറ്റങ്ങളെക്കാൾ ഗുണപരമായ മാറ്റങ്ങളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കേണ്ടതെന്ന് അഡ്വക്കേറ്റ് KN ഖാദർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ 19 ക്വാറികളും ക്രഷറുകളും അടച്ചിട്ട് സൂചനാ സമരം നടത്തുമെന്ന് മലബാർ മേഖല ക്വാറി ക്രഷർ ഓണേഴ്സ് ഏകോപന സമിതി. മലബാർ ടൂറിസം കൌൺസിലിന്റെ സഹകരണത്തോടെ ഗുജറാത്ത് ടൂറിസം വകുപ്പ് ടൂറിസം സെമിനാർ സംഘടിപ്പിച്ചു. ഇടത് സർക്കാർ കേരളത്തിൽ ജാതി സെൻസസ് നടത്തണമെന്ന് വെൽഫെയർ പാർട്ടി. ISM സംസ്ഥാന സമ്മേളനം ഡിസംബർ 30, 31 തീയതികളിൽ എറണാകുളത്ത് നടക്കും. സലാം എയർ കോഴിക്കോട് മസ്കറ്റ് റൂട്ടിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് ആരംഭിക്കുന്നു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാറും സംഘവും സന്ദർശിച്ചു. കച്ചവടക്കാരോടും തൊഴിലാളികളോടും മാർക്കറ്റിലെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. മാർക്കറ്റ് നിലവിലുള്ള സ്ഥലത്തു നിന്നും മാറ്റാനുള്ള നടപടികളിൽ നിന്നും അധികൃതർ പിന്മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. കച്ചവടക്കാരും തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ഉൾപ്പെട്ട 1000-ഓളം കുടുംബങ്ങളാണ് പാളയം പച്ചക്കറി മാർക്കറ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. വർഷങ്ങളായി പരമ്പരാഗതമായി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരും ജോലി ചെയ്യുന്ന തൊഴിലാളികളും കുടിയിറക്കൽ ഭീഷണിയിലാണ്. ഇവരെ കുടിയിറക്കി സ്വകാര്യ സ്ഥാപനത്തിന് സ്ഥലം തീറെഴുതാനുള്ള ശ്രമത്തിലാണ് നഗരസഭ എന്നും ഇത് എന്ത് വില കൊടുത്തും കോൺഗ്രസ് ചെറുക്കുമെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. പാളയം പച്ചക്കറി മാർക്കറ്റ് സന്ദർശിച്ച് തൊഴിലാളികളുമായും കച്ചവടക്കാരുമായും അദ്ദേഹം സംസാരിച്ചു. ചെറുത്തുനിൽപ്പിനായി അവർ നടത്തുന്ന പോരാട്ടത്തിന് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു. ആവശ്യമെങ്കിൽ സമരം കോൺഗ്രസ് ഏറ്റെടുക്കും. പാളയം പച്ചക്കറി മാർക്കറ്റ് കോഴിക്കോടിൻ്റെ ഒരു പൈതൃകത്തിൻ്റെ ഭാഗമാണ്. അതിലൊക്കെ ഉപരി 5000-ഓളം കുടുംബങ്ങളുടെ ജീവിതമാർഗം ഈ മണ്ണിലാണ്. ഇതാണ് ഒരു സുപ്രഭാതത്തിൽ മാറ്റാൻ വേണ്ടി കോഴിക്കോട് നഗരസഭ പറയുന്നത്. അതിന് പിന്നിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഇവരോട് മാറാൻ പറയുന്ന സ്ഥലം ഒരു BOT അടിസ്ഥാനത്തിൽ നിർമ്മിച്ചൊരു കെട്ടിടത്തിലേക്കാണ്. അവിടെ കച്ചവടം സാധ്യമല്ല. ഇവിടുന്ന് അവരെ മാറ്റി ഇവിടെയും BOT അടിസ്ഥാനത്തിൽ ഏതോ വ്യവസായി കൊടുക്കാനുള്ള കോഴിക്കോട് നഗരസഭയുടെ ഗൂഢ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പച്ചക്കറി മാർക്കറ്റ് ഇവിടുന്ന് മാറ്റൽ പരിപാടി മുന്നോട്ട് പോകുന്നത്. ഇതൊരു കാരണവശാലും നടക്കില്ല. കോൺഗ്രസ് അനുവദിക്കില്ല. ഇവിടെ തൊഴിൽ ചെയ്യുന്ന കച്ചവടം ചെയ്യുന്ന തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും ഒപ്പം കോൺഗ്രസ് ഉണ്ടാവും. ഈ സമരം വേണ്ടി വന്നാൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്യും. DCC പ്രസിഡന്റിനോടൊപ്പം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KC ശോഭിത, DCC ജനറൽ സെക്രട്ടറി SK അബൂബക്കർ, ബ്ലോക്ക് പ്രസിഡന്റ് സുബേർ, INTUC ജില്ലാ പ്രസിഡന്റ് K. രാജീവ്, മണ്ഡലം പ്രസിഡന്റ് PT മജീദ്, NP സനൽ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഘടനാപരമായ മാറ്റങ്ങളെക്കാൾ ഗുണപരമായ മാറ്റങ്ങളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കേണ്ടതെന്ന് അഡ്വക്കേറ്റ് KN ഖാദർ. കേരള എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കോഴിക്കോട്ട് നടന്നു. അഡ്വക്കേറ്റ് KN ഖാദർ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏകീകരണം നിർദ്ദേശിക്കുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാര തകർച്ചയ്ക്ക് കാരണമാകുമെന്നും പാഠ്യപദ്ധതിയും പാഠപുസ്തകവും പരിഷ്കരിക്കുമ്പോൾ മാറുന്ന ലോകക്രമത്തെ ഉൾക്കൊള്ളാൻ ഭരണകൂടം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിനെതിരായി നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ഒരു ഖാദറാണ് ഞാൻ. ആരോ അന്ന് തമാശയായി പറഞ്ഞു, ഖാദറിനെതിരെ ഖാദർ സംസാരിക്കുകയാണോ? 3.5 മാസം കൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടത്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് 2.5 വർഷം എടുത്തിട്ട്
ഗംഭീരമായ പഠനങ്ങളിലൂടെ ആണ് 10+2+3 എന്ന ഫോർമുല ആവിഷ്കരിച്ചത്. ഇവിടെ ആ ഫോർമുലയെ തന്നെ അട്ടിമറിക്കുവാൻ സഹായകരമായ മറ്റൊരു റിപ്പോർട്ട് 3.5 മാസം കൊണ്ട് ചുട്ടെടുത്ത് അതിൻ്റെ ആദ്യത്തെ ഭാഗം ഗവൺമെന്റിന് സമർപ്പിച്ച് അപ്പോൾ തന്നെ അതിൽ ചില ഭാഗങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവിറങ്ങി. പിന്നെ മാസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ഭാഗം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജില്ലാ പ്രസിഡന്റ് ആർ ഷെജിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ കെ ശ്രീജേഷ് കുമാർ, കെ സിജു, ഡോക്ടർ ആബിദ പുതുശ്ശേരി, മനോജ് കക്കിട്ടിൽ, അഖിലേഷ് പി, ടോമി ജോർജ്, അനിൽകുമാർ പി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫൈനുകളും മാറ്റം വരുത്തിയ ഖനനച്ചട്ട ഭേദഗതികളും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവുകൾ അംഗീകരിക്കാത്ത EC കമ്മിറ്റിയും മൂലം സ്ഥാപനങ്ങൾ അടച്ചിടേണ്ട അവസ്ഥയിലാണെന്ന് മലബാർ മേഖല ക്വാറി ക്രഷർ ഓണേഴ്സ് ഏകോപന സമിതി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ 19-ന് ക്വാറികളും ക്രഷറുകളും അടച്ചിട്ട് സൂചനാ സമരം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇന്ത്യ ഒട്ടുക്കുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പാക്കേണ്ട ഉത്തരവാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ലീസ് അല്ലെങ്കിൽ പെർമിറ്റ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്നാണോ വർക്ക് തുടങ്ങുന്നത് അത് മുതലാണ് ECയുടെ കാലാവധി തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ നിശ്ചയിക്കേണ്ടത് എന്ന് പരിസ്ഥിതി മന്ത്രാലയം ഇറക്കിയ ഉത്തരവാണ്. എന്നാൽ ആ ഉത്തരവ് ഇറക്കിയിട്ട് 20 മാസമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അനുവദിച്ചിട്ടും കേരളത്തിലെ വ്യവസായികളോട് മാത്രം വ്യവസായ വകുപ്പ് കാട്ടുന്ന ദ്രോഹ നടപടി എന്ന നിലയ്ക്ക് ഇതുവരെ ആ ഉത്തരവ് നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ 1.5 കൊല്ലം വരെയൊക്കെയുള്ള കാലാവധി ഈ എക്സിക്യൂട്ട് ചെയ്തതും EC കിട്ടിയതും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായികൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. ത്രേസ്യാമ്മ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി പ്രകാരം മലബാറിലെ ഭൂ ഉടമകൾക്ക് അവകാശപ്പെട്ട ധാതുക്കൾക്ക് അന്യായമായി ഈടാക്കിയ റോയൽറ്റിയും പിഴയും തിരിച്ചു നൽകുക, സർക്കാർ പ്രഖ്യാപിച്ച ക്വാറികളുടെ അദാലത്ത് സംബന്ധിച്ച ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, ജില്ലാ പരിസ്ഥിതി കമ്മിറ്റി അനുവദിച്ച പാരിസ്ഥിതികാനുമതിയുടെ കാലാവധി മൈൻ ലൈഫ് വരെ നീട്ടി കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയ നോട്ടിഫിക്കേഷനെതിരായി ഭേദഗതികൾ ആവശ്യപ്പെട്ട കമ്മിറ്റികളുടെ നടപടി അന്വേഷണ വിധേയമാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡിസംബർ 19-ലെ സൂചനാ സമരം. ഇതിൽ അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ 2024 ജനുവരി അവസാന വാരം മുതൽ അനിശ്ചിത കാലത്തേക്ക് സ്ഥാപനങ്ങൾ അടച്ചിടുമെന്നും മലബാർ മേഖല ക്വാറി ക്രഷർ ഓണേഴ്സ് ഏകോപന സമിതി ഭാരവാഹികളായ ഹബീബ് റഹ്മാൻ, AK ഡേവിസൺ, സ്മൈൽ M ആൻഡോ, ഖാലിദ് ഹാജി, KP സജി ജോസ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഇടത് സർക്കാർ കേരളത്തിൽ ജാതി സെൻസസ് നടത്തണമെന്ന് വെൽഫെയർ പാർട്ടി. ഈ ആവശ്യമുന്നയിച്ച് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സമരസംഗമം നടത്തും. ഡിസംബർ 19-ന് സിവിൽ സ്റ്റേഷന് സമീപമാണ് സമരസംഗമം നടക്കുക. ജാതി വേർതിരിച്ചുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിന്റെയും കണക്ക് സർക്കാർ തലത്തിൽ തന്നെ നിർവഹിക്കണമെന്നുള്ളത് വളരെ കൃത്യമായ ആവശ്യമാണ്. കാരണം ഇത്തരം വിഭാഗങ്ങൾ അവർ തങ്ങളുടെ ആവശ്യങ്ങൾ കോടതിയിലോ അതല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളിലോ ഈ ആവശ്യമായി ചെല്ലുമ്പോൾ വളരെ കൃത്യമായ ഡാറ്റയുടെ ആവശ്യമുണ്ട്. അതേതെങ്കിലും അനൗപചാരിക ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങൾ പോരാ, മറിച്ച് സർക്കാർ തന്നെ അത്തരം വിവരങ്ങളെ ക്രോഡീകരിച്ച് ഒരു ആധികാരിക രേഖയായിട്ട് നിലനിർത്തേണ്ടത് വളരെ കൃത്യമായ ആവശ്യമാണ്.
ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യനീതി യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ സർവീസിലും അധികാര മേഖലയിലും ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കാൻ ഇടത് സർക്കാർ കേരളത്തിൽ ജാതി സെൻസസ് നടത്തണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാതി സമുദായ രാഷ്ട്രീയ സംഘടനകളുടെ സമരസംഗമം ഡിസംബർ 19 ചൊവ്വാഴ്ച സിവിൽ സ്റ്റേഷന് മുന്നിൽ നടക്കും. സമരസംഗമം വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ഷഫീഖ് ഉദ്ഘാടനം ചെയ്യും. ജനുവരി 3 സെക്രട്ടേറിയറ്റ് വളയൽ പരിപാടിയോടെയാണ് ക്യാമ്പയിനിന്റെ സമാപനം നടക്കുകയെന്നും ജില്ലാ പ്രസിഡന്റ് TK മാധവൻ, ജനറൽ സെക്രട്ടറി മുസ്തഫ പാലാഴി, വൈസ് പ്രസിഡന്റുമാരായ ശശീന്ദ്രൻ ബപ്പൻകാട്, PC മുഹമ്മദ് കുട്ടി, ട്രഷറർ അൻവർ സാദത്ത് തുടങ്ങിയവർ പറഞ്ഞു. കാര്യങ്ങൾ ആധികാരികമായി നിർവഹിക്കണമെന്നുള്ള ആവശ്യം കേരളത്തിൽ നിർബന്ധിതമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPM പോലുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം പോലുള്ള സംഘടനകൾ ഭരിക്കുമ്പോൾ, ഒരു മുന്നണി ഭരിക്കുന്ന സമയത്ത് അവരുടെ ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് കൂടി നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ ടൂറിസം കൌൺസിലിന്റെ സഹകരണത്തോടെ ഗുജറാത്ത് ടൂറിസം വകുപ്പ് ടൂറിസം സെമിനാർ സംഘടിപ്പിച്ചു. ഗുജറാത്തിലെ വിനോദസഞ്ചാര മേഖലകൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. ഹോട്ടൽ നെക്സ്റ്റ് കസബ ഇന്നിലായിരുന്നു ഗുജറാത്തിലെ വിനോദസഞ്ചാര മേഖലകൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഗുജറാത്ത് ടൂറിസം വകുപ്പ് ടൂറിസം സെമിനാർ സംഘടിപ്പിച്ചത്. മലബാർ ടൂറിസം കൌൺസിലിന്റെ സഹകരണത്തോടെ നടത്തിയ സെമിനാർ ക്യാപ്റ്റൻ V ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കോഴിക്കോട് ചരിത്ര സ്മാരകങ്ങളായ വലിയ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വിഷ്കാൽപ്പള്ളിയും തളി ടെമ്പിളും ഒക്കെ തന്നെയുള്ള പണിയത്. പക്ഷെ ധാരാളം ചരിത്രം പറയുന്ന കച്ചവടത്തിന്റെ ആയിരക്കണക്കിനോളം വർഷത്തെ പഴക്കമുള്ള സൗദി അറേബ്യൻ നാടുകളുമായുള്ള കച്ചവടത്തിന്റെ സിറ്റി ഓഫ് ട്രൂത്ത്സ്, ഇതെല്ലാം നമ്മുടെ സിറ്റി ഓഫ് സ്പൈസസ്, ഇതിനൊക്കെ നമുക്ക് ധാരാളം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് ഗുജറാത്തികളുമായുള്ള ട്രേഡ് ബന്ധം വളരെയധികം ഭംഗിയായിരിക്കുന്ന, വളരെ വർഷങ്ങളുമായിട്ടുള്ള ചരിത്ര കോഴിക്കോട് നമ്മുടെ ജയന്തുമായിട്ടുള്ള പലരും ഗുജറാത്തികളും കോഴിക്കോടുകാരായി മാറിയവരുണ്ട്. അപ്പൊ നമ്മൾ ഗുജറാത്തിനെ പ്രൊമോട്ട് ചെയ്യും, അതേപോലെ തന്നെ ഗുജറാത്തിൽ കേരളത്തെയും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടൂറിസത്തിന് വേണ്ടിയുള്ള R ജയന്തകുമാർ മുഖ്യാതിഥിയായി. ഗുജറാത്ത് ടൂറിസ്റ്റ് ഓഫീസർ അജിത് കുമാർ ശർമ്മ മോഡറേറ്ററായിരുന്നു. ഗുജറാത്തിലെ വിവിധ സ്ഥലങ്ങൾ വിവരിക്കുന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. Dear Diary, I've been to a wonderful place. I've always thought ancient and modern are opposites. മലബാർ ടൂറിസം കൌൺസിൽ പ്രസിഡന്റ് സജീർ പടിക്കൽ, സെക്രട്ടറി രജീഷ് രാഘവൻ, കാലിക്കറ്റ് ചേംബർ ടൂറിസം കമ്മിറ്റി ചെയർമാൻ TPM ഹാഷിർ അലി, ബോറ കമ്മ്യൂണിറ്റി പ്രതിനിധി സിറാജ് കപാസി തുടങ്ങിയവർ സംബന്ധിച്ചു. 60ഓളം ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാർ മീറ്റിലും സെമിനാറിലുമായി പങ്കെടുത്തു. ട്രാവൽ ഏജൻസികളും ടൂർ ഓപ്പറേറ്റർമാരും ഒരുമിച്ച് നിന്നാൽ ടൂറിസം മേഖലയിൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് മലബാർ ടൂറിസം കൌൺസിൽ പ്രസിഡന്റ് സജീർ പടിക്കൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ISM സംസ്ഥാന സമ്മേളനം ഡിസംബർ 30, 31 തീയതികളിൽ എറണാകുളത്ത് നടക്കും. വിവിധ പ്രമേയങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ പ്രമുഖ വ്യക്തികൾ സംസാരിക്കും. ആത്മീയത, നാസ്തികത, ലിബറലിസം എന്നിവയാണ് പ്രധാനമായും ചർച്ച നടത്തുകയെന്ന് ISM ഭാരവാഹികൾ പറഞ്ഞു. എറണാകുളത്ത് വെച്ചിട്ട് ഡിസംബർ അവസാനം 30, 31 തീയതികളിൽ കലൂർ സ്റ്റേഡിയത്തിലാണ് സമ്മേളനം. യുവാക്കളുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ അഡ്രസ് ചെയ്യുക എന്ന ലക്ഷ്യമാണ് സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ളത്. വലിയ അസ്തിത്വ പ്രതിസന്ധികളിലൂടെ യുവാക്കൾ കടന്നു പോകുന്ന ഒരു കാലം. ഒരുപാട് ആശയങ്ങൾ യുവാക്കളെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരമൊരു ഘട്ടത്തിൽ യുവാക്കൾക്ക് എല്ലാ കാര്യങ്ങളിലും നിലപാടുകൾ ഉണ്ടാകണം എന്ന് പറയാനാണ് സമ്മേളന പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരാണ് നിലപാട് എന്ന പ്രമേയവുമായി KNM യുവസംഘടനയായ ISM സംസ്ഥാന സമ്മേളനം ഡിസംബർ 30, 31 തീയതികളിൽ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നടന്നു വരികയാണ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിൽ സംബന്ധിക്കും. ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ, അധാർമികതകൾക്കെതിരെ, നവ ലിബറൽ ആശയങ്ങൾക്കെതിരെ, മതനിഷേധ ചിന്തകൾക്കെതിരെ, വർഗീയ ധ്രുവീകരണങ്ങൾക്കെതിരെ തുടങ്ങിയ പ്രമേയങ്ങളാണ് സമ്മേളനം ചർച്ച ചെയ്യുകയെന്ന് ജനറൽ സെക്രട്ടറി ഷുക്കൂർ സുലാഹി, പ്രസിഡന്റ് ഷരീഫ് മേലതിൽ, മീഡിയ കൺവീനർ യാസർ അറാഫത്ത് തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സലാം എയർ കോഴിക്കോട് മസ്കറ്റ് റൂട്ടിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് ആരംഭിക്കുന്നു. ഡിസംബർ 17 മുതലാണ് പ്രതിദിന സർവീസ് ആരംഭിക്കുന്നത്. ഇതോടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും തുർക്കി, ജർമ്മനി എന്നിവിടങ്ങളിലേക്കും കുറഞ്ഞ നിരക്കിൽ യാത്ര സാധ്യമാകുമെന്ന് സാരഥികൾ അറിയിച്ചു. കോഴിക്കോട് നിന്നും പ്രതിദിനം എല്ലാ ദിവസവും മസ്കത്തിലേക്ക് ഈ വരുന്ന 17-ാം തീയതി മുതൽ അതിരാവിലെ 4:05 എല്ലാ ദിവസവും കോഴിക്കോട് നിന്നും മസ്കത്തിലേക്കും മസ്കത്തിൽ നിന്ന് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കും കൂടാതെ തുർക്കി, ഇസ്തംബൂള്, ജർമ്മനിയിലെ മ്യൂണിക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും പ്രതിദിന സർവീസ് ലഭ്യമാകുന്ന രൂപത്തിൽ പെട്ടെന്നുള്ള കണക്ടിവിറ്റി അറേഞ്ച് ചെയ്തുകൊണ്ട് ഉള്ളൊരു വിമാന സർവീസാണ് ആരംഭിക്കുന്നത്. സലാം എയർ ഏറ്റവും വേഗതയിൽ വളർന്നു വരുന്നൊരു കമ്പനിയായിട്ട് ഒരുപാട് റേറ്റും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം. ഒമാനിലെ മുൻനിര വിമാന കമ്പനിയും ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്കുമുള്ള സലാം എയർ ഡിസംബർ 17 മുതൽ കോഴിക്കോട് മസ്കറ്റ് കോഴിക്കോട് റൂട്ടിൽ പ്രതിദിന സർവീസ് ആരംഭിക്കുന്നു. ഈ സർവീസ് തുടങ്ങുന്നതോടെ കോഴിക്കോട് നിന്ന് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇസ്തംബൂൾ, മ്യൂണിക്ക് എന്നീ റൂട്ടുകളിലേക്കും വിശ്വസനീയവും താങ്ങാവുന്നതുമായ നിരക്കിൽ ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് അൽഹിന്ദ് കോർപ്പറേറ്റ് ഡയറക്ടർ നൂറുദ്ദീൻ A. അഹമ്മദ്, സലാം എയർ കേരള സെയിൽസ് മാനേജർ ജാസി മുഹമ്മദ് എന്നിവർ പറഞ്ഞു. മലബാറിലെയും വടക്കൻ കേരളത്തിലെയും ജനങ്ങൾക്ക് പുതുവത്സര സമ്മാനമായാണ് നിത്യേനയുള്ള സലാം എയർ സർവീസ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികവും കണക്ടിവിറ്റി സർവീസ് ആകർഷകവുമായ മസ്കറ്റിലെ പുതിയ എയർപോർട്ട് കേന്ദ്രീകരിച്ചാണ് സലാം എയർ സർവീസ് നടത്തുകയെന്നും അൽഹിന്ദ് സലാം എയർ പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാട്ടിന്റെ ആരാമം പരിപാടിയുടെ ഭാഗമായി കൈക്കുടന്ന നിലാവ് സംഗീത സന്ധ്യ ടൗൺ ഹാളിൽ അരങ്ങേറി. ഗിരീഷ് പുത്തഞ്ചേരിയുടെയും കൈതപ്രത്തിന്റെയും 30ഓളം ഗാനങ്ങൾ അവതരിപ്പിച്ചു. കോഴിക്കോട് മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ 30ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന പാട്ടിന്റെ ആരാമം 2 പരിപാടിയിലെ 4ാമത്തെ പരിപാടിയായ കൈക്കുടന്ന നിലാവ് കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെയും കൈതപ്രത്തിന്റെയും 30-ലധികം ഗാനങ്ങളാണ് പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. ഗായകരും ആർട്ടിസ്റ്റുകളുമായി 50ഓളം പേർ വേദിയിലെത്തി. ചടങ്ങിൽ 6 മുതിർന്ന കലാകാരന്മാരെയും ആദരിച്ചു. അസോസിയേഷൻ ഏർപ്പെടുത്തിയ കളക്ഷൻ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും വേദിയിൽ നടന്നു. പ്രിയ സുഹൃത്തുക്കളെ, MWA എനിക്ക് തന്ന ഈ ആദരവ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയായി ഞാൻ കരുതുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഡോപ്പ നടത്തുന്ന ആൾ കേരള SCI സാറ്റ് പരീക്ഷയിൽ വിജയികളായ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് SCI സാറ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടവും ക്യാഷ് അവാർഡും തുടർ പഠനത്തിനുള്ള 1 കോടിയോളം രൂപ വില വരുന്ന സ്കോളർഷിപ്പുകളും നൽകും. ഡിസംബർ 26-ന് കോഴിക്കോട് മലബാർ മറീനയിൽ വെച്ചാണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകർ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്കായി 8075262151 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാളയം മാർക്കറ്റ് നിലവിലുള്ള സ്ഥലത്തു നിന്നും മാറ്റാനുള്ള നടപടികളിൽ നിന്നും അധികൃതർ പിന്മാറണമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. ഘടനാപരമായ മാറ്റങ്ങളെക്കാൾ ഗുണപരമായ മാറ്റങ്ങളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കേണ്ടതെന്ന് അഡ്വക്കേറ്റ് KNA ഖാദർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ 19-ന് ക്വാറികളും ക്രഷറുകളും അടച്ചിട്ട് സൂചനാ സമരം നടത്തുമെന്ന് മലബാർ മേഖല ക്വാറി ക്രഷർ ഓണേഴ്സ് ഏകോപന സമിതി. മലബാർ ടൂറിസം കൌൺസിലിന്റെ സഹകരണത്തോടെ ഗുജറാത്ത് ടൂറിസം വകുപ്പ് ടൂറിസം സെമിനാർ സംഘടിപ്പിച്ചു. ഇടത് സർക്കാർ കേരളത്തിൽ ജാതി സെൻസസ് നടത്തണമെന്ന് വെൽഫെയർ പാർട്ടി. ISM സംസ്ഥാന സമ്മേളനം ഡിസംബർ 30-31 തീയതികളിൽ എറണാകുളത്ത് നടക്കും. സലാം എയർ കോഴിക്കോട് മസ്കറ്റ് റൂട്ടിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് ആരംഭിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.